പാലക്കാട് പല്ലൻചാത്തന്നൂരിൽ 14-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രധാന അധ്യാപിക. സംഭവത്തിൽ DO റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കർശന നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, 14-കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പ്രധാന ആരോപണങ്ങൾ ഏത് തരത്തിലാണ്? ഒപ്പം സ്കൂൾ അധികൃതരുടെ വിശദീകരണം, ഒപ്പം പ്രതിഷേധം എത്രത്തോളം ശക്തവുമാണ്? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് 14 വയസ്സുകാരനായ പാലക്കാട് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. ക്ലാസ് അധ്യാപിക മോശമായി കുട്ടിയെ ഭീഷണിപ്പെടുത്തുക ഉൾപ്പെടെ ചെയ്തു എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതായത് ഇവർ കുടുംബം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ് അധ്യാപികയായ ആശ എന്ന അധ്യാപിക ഈ കുട്ടിയെ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സൈബർ പോലീസിനെ വിളിക്കുകയും തുടർന്ന് ഈ ചെയ്ത കുറ്റത്തിന് 50,000 രൂപ പിഴയും 1 വർഷം തടവൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ടും രക്ഷിതാക്കൾ പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം അന്ന് വളരെ മനോവിഷമത്തോടെ വന്ന വിദ്യാർത്ഥി പിന്നീട് സ്കൂളിലെ യൂണിഫോമിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ കുട്ടി പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. ABVP പ്രവർത്തകർ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ഈ വിദ്യാർത്ഥിയും ഒരു ABVP പ്രവർത്തകനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മാനേജ്മെൻറ്റ് ആദ്യം PTA ഈ അധ്യാപികയെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ട് രംഗത്തെത്തിയിരുന്നു. പിന്നീട് DO ഉൾപ്പെടെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടി. ഇതോടുകൂടെ തന്നെ മാനേജ്മെൻറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാവും, ഈ അധ്യാപികയ്ക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാനേജ്മെൻറ്റും മറ്റുമായി യോഗമുണ്ടായി. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടൊക്കെ യോഗം ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ ആ യോഗത്തിന് ശേഷം അതിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ അറിയിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ CID ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം. ഇപ്പോൾ അധ്യാപിക ആരോപണ വിധേയയായ അധ്യാപിക വരണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ അഭിപ്രായം അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാണെങ്കിൽ പറയാം. ഓരോ ആൾക്കാരായിട്ട് പറയൂ. ആശ ടീച്ചർ ഇവിടെ വരാണ്ട് ഞങ്ങൾ പറയില്ല. അത് ഉറപ്പാണ്, ഞങ്ങൾ പറയില്ല. ആശ ടീച്ചർ ഇവിടെ വരാണ്ട് ഞങ്ങൾ പറയില്ല. പാലക്കാട് പല്ലൻചാത്തന്നൂരിൽ 14-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത്. സംഭവത്തിൽ DO റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോപണ വിധേയായ അധ്യാപിക ഒരു സ്ഥലത്തെത്തണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുള്ളൂ. കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിയത്.